നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ആളൂർ പോലീസ് വല്ലക്കുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടം. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊരട്ടി പഞ്ചായത്തിനോട് MLA അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് MLAക്കെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ആളൂർ പോലീസ് വല്ലക്കുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജൂൺ 14 വല്ലക്കുന്നിൽ വെച്ച് യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ റോഡ് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചുവന്ന യുവതി ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകവേ കാറിൽ ബലമായി കയറ്റുകയായിരുന്നു. കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ച് യുവതി കാറിന്റെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് രക്ഷപ്പെട്ട യുവതി വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ എറണാകുളം ചെങ്ങമനാട് വെച്ച് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനും ഇയാൾ ശ്രമിച്ചിരുന്നു. റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DVSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ ആലുവയിൽ നിന്ന് പിടികൂടി. പിന്നീട് ഈ വാർത്തകൾ വന്നതിനു പിന്നാലെ നെടുമ്പാശ്ശേരിയിലും ജൂൺ 12 സമാന രീതിയിൽ ഒരു സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡനത്തിന് ശ്രമിച്ചത് ഇയാൾ തന്നെയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ മകളെ സ്കൂളിലാക്കി മടങ്ങുകയായിരുന്ന വീട്ടമ്മയെ ചാക്കോ കാറിലെത്തി തടഞ്ഞു നിർത്തി. തുടർന്ന് ചില സംശയങ്ങൾ ചോദിച്ച ശേഷം വീട്ടമ്മയെ ബലമായി കാറിൽ കയറ്റാൻ ശ്രമിച്ചു. വീട്ടമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഇയാൾ കൈകൊണ്ട് വലിച്ചിഴച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്ഥലം വിട്ടു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പ്രതി ചാക്കോ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ നിന്നാണ് കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി, കെട്ടിടം, ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം ATM കാർഡ് രൂപത്തിൽ 10 അക്ക ഡിജിറ്റൽ നമ്പറിലുള്ള കാർഡിലൂടെ അറിയാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 2019-20 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുകുന്ദപുരം താലൂക്കിന് കീഴിൽ വരുന്ന തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊട്ടിപ്പാൾ KSUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ വിശിഷ്ടാതിഥികളായി. തൃശൂർ കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീർ ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PT കിഷോർ, റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, ഐശ്വര്യ അനീഷ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, മുകുന്ദപുരം തഹസിൽദാർ സമീഷ് സാഹു, റവന്യൂ ഡിവിഷണൽ ഓഫീസർ P ഷിബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ റവന്യൂ വകുപ്പിനുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ എത്രയേറെ വിമർശനങ്ങൾക്ക് നടുവിലും അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പ് മറ്റു വകുപ്പുകളിൽ നിന്ന് പ്രകടമായിട്ടുള്ള വ്യത്യാസമുള്ളൊരു വകുപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് എന്നുള്ളത് കൊണ്ടല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ വകുപ്പിൻ്റെ മുന്നിലൊരു പരാതിയുമായി ചെന്നാൽ
ആ പരാതി പരിശോധിക്കാൻ കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് അതിൻ്റെ നിയതമായിട്ടുള്ള നിയമാവലി മാത്രം പരിശോധിച്ചാൽ മതിയാണ്. എന്നാൽ റവന്യൂ വകുപ്പ് തന്നെ പുറത്തിറക്കിയ 116ഓളം നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും കോടതി വിധികളും ഇടക്കാല ഉത്തരവുകളും ചട്ട ഭേദഗതികളും ഒക്കെ പരിശോധിക്കുന്നതിനോടൊപ്പം ഒരു സേവന വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസ് കെട്ടിടം പുനർനിർമ്മാണം നടത്തിയതിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഔദ്യോഗികമായി ക്ഷണിച്ചില്ലെന്നാരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബിജെപി പറപ്പൂക്കര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി.ആർ. രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗം ബിജെപി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി ശിവപ്രസാദ്, നന്ദിനി സതീശൻ, മണ്ഡലം നേതാക്കളായ കെ.എസ്. വിനി, ജിതേഷ് മുളങ്ങ്, രാഹുൽ നന്ദിക്കര, വിഷ്ണു പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടനം നടത്തുന്ന ചടങ്ങിലേക്ക് സ്ഥലം എം.പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഔദ്യോഗികമായി ക്ഷണിക്കാതെ നോട്ടീസിലും ഫ്ലെക്സിലും പേരും ഫോട്ടോയും വെച്ച് പ്രചരണം നടത്തി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു ബിജെപി പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന പരിപാടി മന്ത്രിയോടൊപ്പം തന്നെ MLA അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവറുകളെ ഈ പരിപാടിയിലേക്ക് അറിയിക്കാതെ, ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ വെറുതെ ഫ്ലക്സ് ബോർഡുകളിൽ മാത്രം 2-3 പേര് അതുപോലെ ഫോട്ടോ വെച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇതിന്റെ കൂടിയാലോചനകളും മറ്റുമൊക്കെ പഞ്ചായത്ത് തലത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് 20-ാം തീയതി 10 ദിവസമായിട്ടും ബഹുമാന്യമായിട്ടുള്ള MP-യുടെ ഓഫീസിനെയോ അതുപോലെ തന്നെ MP-യെയോ ഒരു മെയിൽ പോലും വഴി അറിയിക്കാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികൃതരോ തയ്യാറായിട്ടില്ല. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറിയ അപകടം. 10ഓളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത്. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടകര അഴകം യുവജന സംഘം വായനശാല വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വായനശാല പ്രസിഡന്റ് കെ ബാബുരാജിന്റെ അധ്യക്ഷതയിൽ വായനാ പക്ഷാചരണം ചാലക്കുടി കാർമൽ സ്കൂൾ അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ സ്വാഗതവും വായനശാല കമ്മിറ്റി അംഗം വി കുമാരി നന്ദിയും അറിയിച്ചു. അപ്പോൾ അറിയാനും ഒരു 10 മിനിറ്റ് മൊബൈൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സമ്മതിക്കില്ല, അല്ലേ? എന്നാൽ ഞാനൊരു 10 മിനിറ്റ് എന്തെങ്കിലും പുസ്തകം വായിച്ചോളെന്ന് പറഞ്ഞാൽ എത്രയായാലും പറയും കിടക്കും പറയില്ല, അല്ലേ? ഒരു 2 പേജ് മതി. പക്ഷെ നമ്മൾ 2 പേജിൽ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ആ ശീലം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ അറിയാനുള്ള ആഘോഷത്തോട് കൂടുതൽ പേജ് വായിച്ചു പോകും. നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള പടങ്ങൾ ഒക്കെ വായിച്ച് നോക്കിയാൽ മതി. അതിൽ നമുക്ക് പുതിയ പുതിയ വാക്കുകളായിരിക്കും. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ലിറ്റററി ക്ലബിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം ആഘോഷിച്ചു. അക്ഷരങ്ങൾ എഴുതി കുട്ടികൾ തയ്യാറാക്കിയ അക്ഷരമരം, മോണ്ടിസോറി അധ്യാപിക വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് പുസ്തകം, പുസ്തക സമാഹരണം, ദിനം തോറും നടത്തുന്ന കഥാരാവ്, കവിതാലാപനം, കഥാകഥനം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. MK ഷീജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ കെ രമാദേവി ഉദ്ഘാടനം ചെയ്തു. ബിന്ദു കെ, MS രമ്യ, മിനി N, സതി VK എന്നിവർ സംസാരിച്ചു. മറ്റു കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതാണ് വേണ്ടത്.
മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ ദിനവും സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറിയും സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷൈനി ബാബുവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് PR വിമൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ശകുന്തള, സീനിയർ അസിസ്റ്റന്റ് പ്രീതി എന്നിവർ സംസാരിച്ചു. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. അത് വായിക്കില്ലേ? നല്ല കാര്യം വായിക്കോ? മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനോത്സവം വിനോദ് കൊടകര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷനായി. അമ്മ വായനയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മികച്ച വായനക്കാരായ രമ TA, ജീവ ബേബി എന്നിവർക്ക് പുസ്തകങ്ങൾ നൽകി. സീനിയർ അധ്യാപിക അമൃതപ്രിയ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ പുഷ്പാകരൻ ഒറ്റാലി, പ്രധാന അധ്യാപിക സീന, PTA വൈസ് പ്രസിഡന്റ് ജീവ ബേബി എന്നിവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ഷീജ AK നന്ദി അറിയിച്ചു. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴക്കാലം നേരിടാൻ സർക്കാരും ജില്ലാ ഭരണകൂടവും തയ്യാറാണെന്നും ഏത് ഘട്ടത്തെയും സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടിയാലോചിച്ച് 5000-ഓളം ക്യാമ്പുകൾക്കുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നെടുപുഴയിൽ 43, 44 ഡിവിഷനുകളിൽപ്പെട്ട മുല്ലയ്ക്കൽ തുരുത്ത്, മല്ലിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും ചുമതലപ്പെടുത്തി. കൌൺസിലർമാരായ ദിനേശ് തയ്യിൽ, AR രാഹുൽനാഥ്, ADM G മുരളി, വില്ലേജ് ഓഫീസർ KV വിനിത, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ ഭരണകൂടങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട്. നമ്മുടെ മൺസൂൺ നേരത്തെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാം മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ തെക്കൻ ഗുജറാത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കൊരട്ടി പഞ്ചായത്തിനോട് MLA അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് MLAക്കെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊരട്ടിയോട് എല്ലാ അർത്ഥത്തിലും അവഗണന തുടരുകയാണെന്നും വികസന കാഴ്ചപ്പാടില്ലാത്തയാളാണ് MLA എന്നും സൂക്ഷ്മതയോ കൃത്യതയോ വേഗതയോ നാടിനെക്കുറിച്ചുള്ള അറിവോ അദ്ദേഹത്തിനില്ലെന്നും പ്രസിഡന്റ് PC ബിജു പറഞ്ഞു. കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്കുരോഗ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ തികച്ചും അനാസ്ഥയാണ് MLA കാണിക്കുന്നതെന്നും മുൻ MLAയുടെ കാലത്ത് തുടങ്ങിവെച്ച വികസനങ്ങൾ തുടരാൻ പോലും സാധിച്ചിട്ടില്ലെന്നും നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് അന്തേവാസികളെ ഈ മാസം 25-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്നും പ്രസിഡന്റ് PC ബിജു കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ LDF ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിക്കുന്നില്ലെന്നും ജലജീവൻ പദ്ധതികൾക്കായി കുഴിച്ചിട്ട റോഡുകൾ നവീകരിക്കാൻ വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചിറങ്ങര ശബരി ഇടത്താവളം പൂർത്തിയാകാതെ കിടക്കുകയാണെന്നും യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും PC ബിജു പറഞ്ഞു. നാടറിയാത്ത, നാട്ടുകാരെ അറിയാത്ത MLA സനീഷ് കുമാർ ജോസഫിനെതിരെ കുറ്റപത്രവുമായി ജൂലൈ മാസത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR സുമേഷ്, പഞ്ചായത്ത് അംഗം ലിജോ ജോസ് എന്നിവരും പങ്കെടുത്തു. വികസന പ്രവർത്തനങ്ങളുള്ള അവഗണനയ്ക്കെതിരെ അടുത്ത മാസം ഒരു പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിലുള്ള പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊരട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ള വിഭവങ്ങൾ കൊരട്ടിക്കകത്തുണ്ട്. അത് ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിലെ ഭൂമിയായാലും അടച്ചുപൂട്ടപ്പെട്ട മദ്രാഗോൾസിന്റെ സ്ഥലം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം, ഇതിലേക്കൊക്കെ അനന്തമായ സാധ്യതകൾ കൊരട്ടിക്കകത്തുണ്ട്. അതിനനുസൃതമായി നാഷണൽ ഹൈവേ സമീപത്തുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, എയർപോർട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നും പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം കൊണ്ടുവരുന്നതിന് MLAയുടെ ഭാഗത്തൊരു ഇടപെടലും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് മുൻ MLA BD ദേവസ്വന്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ. കേരള ബ്യൂട്ടീഷ്യൻ ഓണർ സമിതി തൃശൂരിൽ നടത്തിയ വധുമന്ത്ര ബ്രൈഡൽ കോമ്പറ്റീഷൻ 2025 ടൈറ്റിൽ വിന്നറായി കൊടകര സ്വദേശി. കൊടകര മനക്കുളങ്ങര സ്വദേശി കല്ലത്തറ വീട്ടിൽ ഹരിതയാണ് വിന്നറായത്. കഴിഞ്ഞ ദിവസം തൃശൂർ വെഡ്ഡിംഗ് വില്ലേജിലായിരുന്നു മത്സരം. 50ഓളം ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഹരിത വിജയിച്ചത്.
കൊടകരയിൽ പൊന്നൂസ് ബ്യൂട്ടി പാർലറിന് ഉടമയായ ഹരിത ഇതിനു മുൻപ് 2023 ഓൾ കേരള ബ്യൂട്ടി പാർലർ അസോസിയേഷൻ നടത്തിയ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും 2024 പാലക്കാട് നടത്തിയ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പും ആയിട്ടുണ്ട്. സജീവാണ് ഭർത്താവ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. നിരവധി യുവതികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ആളൂർ പോലീസ് വല്ലക്കുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി അപകടം. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊരട്ടി പഞ്ചായത്തിനോട് MLA അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് MLAക്കെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.